എന്താണ് ക്രിപ്റ്റോ കറൻസി, ഇതെങ്ങനെയാണ് ട്രേഡിങ് ചെയ്യേണ്ടത്? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട്, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് ട്രേഡിങ്ങിലോട്ട് വരാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് സീരീസ് 1, അതായത് നമ്മൾ പാർട്ട് 1, അതായത് ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേപോലെ അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് പണിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ട് നേരെ പോകും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തിനൊക്കെ കുറിച്ചാണ് സംസാരിക്കുന്നത് വെച്ചാൽ, എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത്, അതേപോലെ ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോസ് ഏതൊക്കെയാണെന്ന് നമുക്കുണ്ട്. പിന്നെ ക്രിപ്റ്റോ എങ്ങനെ നമുക്ക് മേടിക്കാം, അതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. പിന്നെ റിസ്കിനെ കുറിച്ചിട്ടും അതിനെ പറ്റിയിട്ടുള്ള റിവാർഡ്, അതായത് നമുക്ക് റിസ്ക് എടുത്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എന്തും കിട്ടുള്ളൂ. അപ്പോൾ റിസ്ക് റിവാർഡ്, അതിനെക്കുറിച്ച്, അതിൽ റിസ്കിനെ കുറിച്ചിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ്, അതായത് സിമ്പിൾ മനസ്സിലാവുന്ന ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ മണിയാണ് എന്ത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്, അതായത് ഒരു ബാങ്കിനോ ഒരു സർക്കാരിനോ ആർക്കും എന്തില്ല, ഇതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. ഇത് സേഫാണെന്ന് വെച്ചാൽ സേഫാണ്, ഇത് സേഫ് അല്ലെന്ന് വെച്ചാൽ സേഫ് അല്ല. അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ എല്ലാവിധ ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടക്കുന്നത് എന്താണ് ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ്. കാരണം വെച്ചാൽ ഇതിന് ഒരു ഗവൺമെൻറ്റിനോ ഒരു ബാങ്കിനോ ഇതിൽ ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ പൈസ വന്നതോ ആർക്കൊക്കെ പൈസ പോയിന്നൊന്നും ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസും പിന്നെ ടെററിസ്റ്റ് വർക്കുകളൊക്കെ നടക്കുന്നത് ഇത് കൂടെയാണ്. ഈ ക്രിപ്റ്റോ കറൻസി വെച്ചിട്ടാണ് ഇതിൻ്റെ മണി ട്രാൻസ്ഫറിങ് ഒക്കെ നടക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഗവൺമെൻറ് ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഗവൺമെൻറ്റിനോ ബാങ്കുകൾക്കോ ഇതിലോട്ട് തീരെ ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ, ഇതിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും ഗവൺമെൻറ് ഉദാഹരണമില്ല. അപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുക എങ്ങനെ, ക്രിപ്റ്റോ കറൻസി വെച്ചിട്ടാണ്. ക്രിപ്റ്റോയിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും എന്താണ്, വെരിഫൈഡ് ആയിരിക്കും. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി വെരിഫൈഡ് ആയിരിക്കും. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് നോഡ്സ് എന്ന് പറയുന്നത്. ഈ നോഡ്സ് എന്താണെന്നുള്ളതൊക്കെ കുറേ ഡീപ്പായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ മേടിക്കുമ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ എന്ത് ചെയ്യും, ഒക്കെ റെക്കോർഡായിട്ട് സേഫായിട്ട് തന്നെ റെക്കോർഡായിട്ട് ഇരിക്കുന്നുണ്ടാവും. ബ്ലോക്ക് ചെയിൻ വഴിയാണ് എല്ലാ ട്രാൻസാക്ഷനും നടക്കുക. ഇത്ര നമുക്കിപ്പോൾ മനസ്സിലാക്കി വയ്ക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെ പഠിക്കാം. ഇനി ക്രിപ്റ്റോ കറൻസി, പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണ് ബിറ്റ് കോയിൻ. അതായത് ആദ്യമായിട്ട് വന്ന ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് കോയിൻ ഉണ്ട്, അതുപോലെ വേറെ ഏതൊക്കെ ഉണ്ട്, എതേറിയം ഉണ്ട്, XRP ഉണ്ട്, ഡോജ് കോയിൻ ഉണ്ട്, പിന്നെ ഏതാ BNB ഉണ്ട്, ടാവോ, അങ്ങനെ ഒരുപാട്, അതായത് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതായത് ആയിരക്കണക്കിനോ 10,000 ലക്ഷക്കണക്കിനോ ഒന്നുണ്ട് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മീം കോയിൻസ് ഉണ്ട്, ആൾട്ട് കോയിൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ പഠിച്ച് വരാം. എന്നാലും കൂടുതൽ പോപ്പുലറായി നിൽക്കുന്ന ഏതൊക്കെയാണ്, എതേറിയവും ബിറ്റ് കോയിനും. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ BNB അങ്ങനെയുള്ള മറ്റ് കോയിൻസ് ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതൽ എല്ലാവരും എന്താണ് പോപ്പുലർ ആയിട്ടുള്ള കോയിൻസ് ആണ് ബിറ്റ് കോയിനും എതേറിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എല്ലാ കോയിൻസിനും എന്തുണ്ട്, ഒരു ഷോർട്ട് നെയിം ഉണ്ടാവും. ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, BTC എന്നാണ് പറയുക. അതേപോലെ എതേറിയം ആണെന്നുണ്ടെങ്കിലോ ETH എന്നാണ് പറയുക. ഓരോ കോയിൻസിനും അതിൻ്റെ യൂസിനനുസരിച്ച് എന്തുണ്ട്, അവർക്ക് ഷോർട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കോയിൻസിനും എന്തുണ്ട്, ഓരോരോ ഷോർട്ട് നെയിമാണ് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് നെയിം ഇല്ലാത്ത കോയിൻസ് ഉണ്ട്, ഷോർട്ട് നെയിം ഉള്ള കോയിൻസ് ഉണ്ട്. അതൊക്കെ എന്താണ് അതിൻ്റെ യൂസിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചു, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോൺസ് ഏതൊക്കെയാണ്, അതായത് ക്രിപ്റ്റോ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്രിപ്റ്റോ മേടിക്കുക, അതേപോലെ എങ്ങനെയാണ് ക്രിപ്റ്റോ എടുത്ത് വെക്കുക, അതായത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക, എങ്ങനെയാണ് വിൽക്കുക, അതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഒരു പുതിയ ഫോൺ മേടിക്കണം. ആ ഫോൺ മേടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് മേടിക്കാനുള്ള പൈസ ആദ്യം സംഘടിപ്പിക്കണം. പൈസ മെയിനായിട്ടുള്ള കാര്യം അതോട് മാറ്റി നിർത്താം. നമുക്ക് ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഫോൺ എവിടെ കിട്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഫോൺ എവിടെ കിട്ടും, ഒന്നും ഇതേക്കില്ല, കടയിൽ പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓരോ ഷോപ്പുകളിൽ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വലിയ മാർക്കറ്റുകളിൽ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വേറെ ഏത് സ്ഥലമുണ്ട്, അതായത് കമ്പനി, അതായത് ഫോൺ മാർക്കറ്റ്, അതായത് അവരുടെ കമ്പനി പോയിട്ട് നമുക്ക് മേടിക്കാം. അപ്പോൾ ഇതിനെക്കാട്ടൊക്കെ സുഖം ഈ കമ്പനിയിലൊക്കെ പോയി മേടിക്കുന്നതിനായിട്ട് സുഖം എന്താ, നമുക്ക് ഓരോ ഷോപ്പുകളുണ്ടാവും. ഈ ചെറിയ ഷോപ്പിൽ പോയി മേടിക്കാം. ഈ ഷോപ്പുകളിൽ പോയി മേടിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്തായിരിക്കും, പൈസ കൂടുതലായിരിക്കും അല്ലേ. അത് ഒന്നും കൂടി പൈസ കൂടുതൽ, അതായത് മേടിക്കുന്നതിന് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ലാഭം കിട്ടുന്ന പരിപാടിക്കല്ല അവർ നിൽക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവരെ അതിൽ എന്ത് ചെയ്യണം, ഒരു സാധനങ്ങൾ മേടിക്കും. അപ്പോൾ അങ്ങനെ മേടിക്കും നമ്മളെ ക്രിപ്റ്റോയിലോ അങ്ങനെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം. അതേപോലെ ഞാൻ ഒരു മാർക്കറ്റിൽ പോയി മേടിക്കണം, അതായത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു മാർക്കറ്റ്, അതായത് അവിടെ കോമൺലി എല്ലാ ഇതും വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, അവിടെ പോയി നമ്മൾ മേടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചും കൂടി പൈസ കുറഞ്ഞ് കിട്ടും അല്ലേ. അതേപോലെ നമ്മൾ നേരെ കമ്പനി പോയി മേടിക്കുകയാണെങ്കിൽ എന്താവും, കമ്പനി പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷന് എന്തെങ്കിലും അത് ഫീ ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം ഡയറക്റ്റ് ആ എമൗണ്ടിലുള്ള ഫണ്ടിന് ഇത് തന്നെ ഫോണിന് നമുക്ക് കിട്ടുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ പോയി മേടിക്കും. അതേപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസി. അതായത്
ഈ ഫോൺ മേടിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഫോൺ മേടിക്കുന്ന നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഫോണിനും എല്ലാ ഫോണിനും ഒരേ പൈസയാണ്. അല്ല, ഐഫോണിനൊരു പൈസ, സാംസങ്ങിൻ്റെ ഫോണിന് വേറെ പൈസ. പിന്നെ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫോണിൻ്റെ പൈസ ഇങ്ങനെ കുറഞ്ഞ് വരില്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പൈസ കുറഞ്ഞു വരുന്നത്? അതിൻ്റെ യൂസിൻ്റെയും ക്വാളിറ്റീൻ്റെയും മറ്റ് കാര്യങ്ങളുടെയൊക്കെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പൈസ ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞാൽ. ഈ പോപ്പുലറും അതേപോലെ ഡിമാൻഡ് കൂടിയ ഫോണിനൊക്കെ എന്താവും, കൂടുതൽ പൈസ ആയിരിക്കും. അതേപോലെ ഡിമാൻഡ് കുറഞ്ഞ, അതായത് അധികം ആരും മേടിക്കാത്തതും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ അങ്ങനത്തെ പൈസ കുറവായിരിക്കും. ഇതുപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിക്ക് എന്ന് പറയുന്നത്. അതായത് ക്രിപ്റ്റോ കറൻസിയിൽ ഡിമാൻഡ് കൂടിയതിനൊക്കെ നല്ല പൈസ ആയിരിക്കും. അതേപോലെ ആരും അറിയാത്ത കോയിൻസ്, അതായത് യൂസ് കേസ് കുറഞ്ഞ കോയിൻസൊക്കെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതേപോലെ നല്ല വാല്യൂ കുറവായിരിക്കും. ബിറ്റ് കോയിനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു, നല്ല വില കുറവായിരുന്നു. ഇപ്പം എന്ത് ചെയ്തു, നല്ല വില കൂടി വന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ കോയിൻസും, അതായത് അറിയുന്ന കോയിൻസ്, അതായത് യൂസ് കേസ് ഉള്ള കോയിൻസിനൊക്കെ നല്ല പൈസയും തന്നെ മറ്റുള്ള കോയിൻസിനൊക്കെ പൈസ കുറവായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഒരു 10 ഫോൺ ഉണ്ടാക്കി പുതിയതായിട്ട്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് 10 ഫോണും വിറ്റ്. അപ്പോൾ എൻ്റെ ആകെ 10 ഫോണുള്ളൂ. എൻ്റെ ആണെങ്കിൽ പുതിയ ഒരു ഫോണ്, ഇതിനാണെങ്കിൽ നല്ല യൂസ് കേസ്, അതായത് നല്ല യൂസ് ഈ 10 ഫോണാണ്. ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, കാരണം അജാതി പെർഫോമൻസ്. അപ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ മേടിച്ച് 10 ഫോണിൻ്റെ വിറ്റ് പോയി ഉപയോഗിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായം. എനിക്കാണെങ്കിൽ പുതിയ ഫോൺ ഉണ്ടാക്കാൻ യാതൊരു ഉദ്ദേശമില്ല. എനിക്ക് ഈ 10 ഫോൺ തന്നെ വിറ്റാൽ മതി, ഇതന്നെ എനിക്ക് നല്ല പ്രോഫിറ്റബിൾ ആക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് ഈ 10 ഫോൺ ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ എത്ര ലിമിറ്റുള്ളൂ, കാരണം എത്ര എൻ്റെ ഉള്ളൂ, എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യമാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ 10 ഫോൺ അവിടെ മാർക്കറ്റിൽ വിറ്റ് പോയി. ആൾക്കാർക്കാണെങ്കിൽ ഇനി എൻ്റെ ഫോൺ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് പുതിയ ഫോൺ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുതിയ ഫോൺ ഉണ്ടാക്കണില്ല, ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ഈ മേടിച്ച് കൊണ്ടുപോയ ആൾക്കാരില്ലേ, അവരുമായിട്ട് ചർച്ച ചെയ്യും, എന്ത് ആ ഫോണിക്ക് തരും. അപ്പോൾ ഞാൻ ഈ 10 ഫോണോട് ആദ്യം 100 രൂപയ്ക്കാണ് വിറ്റതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ മേടിച്ച് കഴിഞ്ഞ് ഇനി വിൽക്കുമ്പോൾ അവരുടെ പൈസ അല്ല, അതായത് ഇനി ഞാൻ പറയുന്ന പൈസ അല്ലല്ലോ, ഇനിയിപ്പോൾ ആൾക്കാരുടെ കയ്യിൽ എത്തിയ പൈസ. അപ്പോൾ ആൾക്കാർ പറയണെന്ത്, ഇത് ഞാനൊരു 200 രൂപയ്ക്ക് ഈ ഫോൺ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഒരാൾ 200 രൂപയ്ക്ക് ഫോൺ മേടിച്ച്. അപ്പോൾ ബാക്കിയുള്ള 10 ഫോണിൻ്റെ വില എന്തായി, 200 രൂപയും മാറി ഓട്ടോമാറ്റിക്കലി. ഇനി മേടിച്ച ബാക്കിയുള്ള എല്ലാവരും പറയണെന്ത്, ഞാനൊരു 500 രൂപയ്ക്ക് വിൽക്കണുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ എന്ത് ചെയ്ത്, ആ ഫോണിൻ്റെ വില 500 ആയി. അപ്പോൾ എല്ലാവരും 500 രൂപയ്ക്ക് മേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്ത്, ആ കോയിൻ്റെ വില ഓട്ടോമാറ്റിക്കലി അതല്ല, കോയിനല്ല, ആ ഫോണിൻ്റെ വില എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി 500 രൂപയും മാറും. ഇങ്ങനെയാണ് എന്ത് ചെയ്യണം, ഓരോ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടി വരുന്നത്. എന്ത് മാർക്കറ്റിൽ അത്രയും സാധനങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂ വേണം. അതായത് ഫോണിന് അത്രയും വാല്യൂ വരണം. ആ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത എമൗണ്ട് വേണം. അതായത് ഒരു ലിമിറ്റ് വേണം എന്തിന്, ആ സാധനത്തിന്. എന്ത് സാധനമാണോ വിൽക്കണം, ആ സാധനത്തിന് ലിമിറ്റ് വേണ്ടേ. അല്ല അൺലിമിറ്റഡ് ആയിട്ട് ആ കോയിൻ ഇങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇപ്പോൾ 100 രൂപയ്ക്ക് ഒരു ഫോൺ വിറ്റ്, എല്ലാ കാലവും ഇന്ത്യയിൽ അൺലിമിറ്റഡ് ആയിട്ട്, അതായത് ഇന്ത്യയിൽ എല്ലാവർക്കും കൊടുക്കാൻ എന്തെങ്കിലും അത്രയും ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ആ 100 രൂപയ്ക്കിനെ എല്ലാ ഫോൺ വിൽക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും ആ ലിമിറ്റ് വേണം. അതായത് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പം എൻ്റെ 10,000 അല്ലെങ്കിൽ 20,000 30,000 40,000 എത്ര ഫോൺ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി. പക്ഷേ എൻ്റെ ഫോണിന് നല്ല യൂസുണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് 100 രൂപയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പിന്നെ എന്ത് ചെയ്യുക, എനിക്ക് പ്രൈസ് കൂട്ടിക്കൊണ്ടുവരാം. അത് വേറൊരു കാര്യം. എന്ത് ആ കോയിൻ്റെ യൂസിനനുസരിച്ച്, അതായത് ഫോണിൻ്റെ യൂസിനനുസരിച്ച് എന്ത് ചെയ്യാം, അങ്ങനെ കൊണ്ടുവരാം. അതേ സ്ഥാനത്ത് ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്. അതേപോലെ ഞാൻ ഇപ്പോൾ ഒരു ചവർ പോലെ ഫോണുകൾ ഉണ്ടാക്കി. ഇതാണെങ്കിൽ ആൾക്കാർക്കൊന്നും വേണ്ടേരും. ഞാൻ 100 രൂപയ്ക്ക് ഇത്രയും കാലം വിറ്റുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇനി ആളുകൾക്ക് 100 രൂപയ്ക്ക് ഇത് മേടിക്കേണ്ട, ഇതിന് അത്ര പൈസയ്ക്കുള്ള സാധനമൊന്നുമില്ല. ഇത് ഇത്ര പൈസയൊന്നും വേണ്ട. ഇനി ഞാൻ 100 രൂപയ്ക്ക് വിറ്റ് എൻ്റെ ഇന്ന് ഫോൺ പോകണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 90 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങും. അപ്പോൾ 90 രൂപയ്ക്ക് ആൾക്കാർ മേടിക്കാൻ തുടങ്ങും. ഇനി കുറേ കാലം കഴിഞ്ഞാൽ 90 രൂപയ്ക്ക് ആൾക്കാർ മേടിക്കാണ്ടാവില്ല, പിന്നെ 80 രൂപയ്ക്കും അങ്ങനെ പൈസ കുറഞ്ഞു വരും. ഇതേപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയിൽ എന്ത് ചെയ്യും, കോയിനുകൾ എന്ത് ചെയ്യും, മേടിക്കുന്നതിനും വിൽക്കുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യും, പ്രൈസ് കൂടും താഴ്ത്തിക്ക് വരും. അതാണ് എന്ത്, മേലേക്ക് പോയ പ്രൈസ് താഴ്ത്തിക്ക് വരിക, മേലേക്ക് പോയ പ്രൈസ് താഴ്ത്തിക്ക് വരിക. ഈ സംഭവമില്ലേ, അതെന്ത്, കോയിന് വിൽക്കാനും മേടിക്കാനും ആൾക്കാരുള്ളപ്പോഴാണ്, അതായത് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ആൾക്കാരുള്ളപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യണം, മേലേക്കും താഴ്ത്തിക്കും പോയിക്കൊണ്ടിരിക്കുക. ഇത്രയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യം. എനിക്ക് വേറെ രീതിയിലേക്ക് പറഞ്ഞുതരാൻ അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് കോയിൻ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പ്രൈസ് മേലേക്കും താഴ്ത്തിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് മേലേക്കും താഴ്ത്തിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഫോമാണ് എന്ത് പറയുന്നത്, ഈ ചാർട്ട് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് കോയിൻ മേടിക്കുന്നത് എങ്ങനെ വിൽക്കുന്നത് എങ്ങനെയെന്ന് നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കോയിൻ മേടിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത്, ഇപ്പോൾ നമ്മളിങ്ങനെ മാറി ഇപ്പോൾ പ്രൈസ് എങ്ങനെ പോകണമെന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഈ കോയിൻസ് ഏതൊക്കെ എങ്ങനെ മേടിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കോയിൻസൊക്കെ മേടിക്കുന്നത്, അതായത് ബിറ്റ് കോയിനും എതേറിയം അങ്ങനത്തെ ക്രിപ്റ്റോ കോയിൻസൊക്കെ മേടിക്കാൻ തരുന്നത് ഓരോ മാർക്കറ്റുകളുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് എന്നാണ് അതിന് പറയുക. അതായത് മേടിക്കാനും വിൽക്കാൻ പറഞ്ഞാൽ എക്സ്ചേഞ്ച്. അതായത് അങ്ങനെയുള്ള ഒരുപാട് എക്സ്ചേഞ്ച്, പോപ്പുലറായിട്ടുള്ള എക്സ്ചേഞ്ചാണ് എന്ത്, ബിനാൻസ് എന്നുള്ളത്. ബിനാൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കോയിൻ അവിടെ മേടിക്കാൻ വേണമെങ്കിൽ വെക്കുക. അതേപോലെ എന്ത്, ബിങ്എക്സ്, ബൈബിറ്റ്, പിന്നെ MEXC, അങ്ങനെ പറഞ്ഞിട്ടുള്ള മെക്ക്, പിന്നെ അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ചുകളുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ സൂക്ഷിക്കാൻ നമുക്ക്, അതായത് നമ്മൾ ഈ മേടിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് എന്തുണ്ട്,
വാലറ്റ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഫാൻറ്റം വാലറ്റ്, മെറ്റാ മാസ്ക്, ബിറ്റ്ഗെറ്റ് വാലറ്റ്, ബൈബിറ്റ് വാലറ്റ്, അങ്ങനെ ഹോട്ട് വാലറ്റുകൾ, അങ്ങനെ ഒരുപാട് വാലറ്റുകളുണ്ട്. ഇതെന്ത് ഈ മേടിച്ച ക്രിപ്റ്റോ കറൻസി ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ. ഇത് മേടിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് പ്രോഫിറ്റ് എടുക്കേണ്ടത്. അതായത് നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യണം, ഇത് വിൽക്കണം. അതിന് വേണ്ടി തന്നെ എന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് നമുക്കിത് വിൽക്കാം, വേണമെങ്കിൽ മേടിക്കാം. ഈ വാലറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സ്വാപ്പ് എന്നാണ് പറയുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യുക, വേറെ ഒരു സാധനമായിട്ട്, അതായത് ഞാൻ ഇപ്പോൾ ബിറ്റ് കോയിൻ മേടിച്ച് ബിറ്റ് കോയിൻ സ്വാപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വേറെ USDT ആയിട്ട്, അതായത് US ഡോളറായിട്ട് എന്ത് ചെയ്യാം മാറ്റം, വേണമെങ്കിൽ വേറെ ഡോളറുകളിലേക്ക് മാറ്റാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് എന്താണ് വേറെ കറൻസി ആയിട്ട് നമുക്ക്, അതായത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് തന്നെ, അതായത് നമുക്ക് BTC വേണമെങ്കിൽ എതേറിയായിട്ട് മാറ്റാം. അങ്ങനെയൊക്കെ എന്തുണ്ട് വാലറ്റുകളിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, എക്സ്ചേഞ്ചിലും അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും വിൽക്കുകയും സ്വാപ്പ് ചെയ്യുകയും എന്ത് ചെയ്താലും എന്തുണ്ട്, അതിനൊക്കെ ഒരു ചെറിയ ഫീസ് ഉണ്ട്, ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. ഈ നിശ്ചിത ഫീസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മളെ വാലറ്റിന്, അതായത് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും ഇത് ഏത് വാലറ്റാണോ, ഏത് എക്സ്ചേഞ്ച് ആണോ, എന്തായാലും എന്ത് ചെയ്യും, ഒരു ചെറിയ ഫീസായിട്ട് എന്ത് ചെയ്യും, അത് അവരെടുക്കും. അതായത് നമ്മളിങ്ങനെ അത് ചെറിയൊരു കമ്മീഷൻ പോലെ എന്ത് ചെയ്യും, അവർ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ മാത്രം കേട്ടോ. അങ്ങനെ ഓരോ കോയിനും വാങ്ങുന്നതിന് വിൽക്കുന്നതിനും അനുസരിച്ച് നമുക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെ വിൽക്കണത്, അതായത് വിൽക്കുന്നുണ്ട് മേടിക്കുന്നത്, ഇതിനൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ട്രേഡിംഗ് ചാർട്ട് എന്ന് പറയുക. അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ത് ഒരു ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ഒക്കെ ഉള്ള ചാർട്ട്, അതായത് സിമ്പിളായിട്ട് സ്ക്രീനിൽ കാണിച്ചു തരാൻ വേണമെങ്കിൽ ആ ചാർട്ട്. ഓക്കെ, ഇങ്ങനത്തെ ചാർട്ടായിരിക്കും കൂടുതലുണ്ടാവും. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത് ഈ ഗ്രീൻ ക്യാൻഡിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നത് ഇത് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് കോയിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യും, ഇത് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ മനസ്സിലാക്കാം. അതായത് ചാർട്ടിൻ്റെ ആക്ഷൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മേലേക്ക് വേണം താഴത്തേക്ക് വേണമെന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മേടിക്കുന്നതും വിൽക്കുന്നതും ഇതിനെക്കുറിച്ചുള്ള ചാർട്ട് എന്താണെന്നുള്ളത്, ചാർട്ട് കാണുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച്. ഇനി നമുക്ക് അടുത്ത് പഠിക്കുക ഇതിൻ്റെ റിസ്ക്കുകളും ഇനി അതിന് കിട്ടുന്ന റിവാർഡുകളും എന്തൊക്കെയാണ്, അതിന് കിട്ടുന്ന ലോസുകളും അതിന് കിട്ടുന്ന പാഠങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത നോക്കാം. ഈ ക്രിപ്റ്റോൻ്റെ കാര്യം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ക്രിപ്റ്റോൻ്റെ പ്രൈസ് എപ്പോൾ വേണമെങ്കിലും മേലേക്കും പോകും, താഴത്തേക്കും വരാം. അപ്പോൾ എന്താ ഇത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോയിൻ പെട്ടെന്ന് മേലേക്ക് പോകുമെന്ന് വിചാരിച്ച് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അത് താഴത്തേക്ക് പോകും. അത് നമുക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക്, അതായത് നമ്മളിപ്പോൾ ബിഗിനേഴ്സ് അല്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുള്ളൂ, നമുക്ക് പതിയെ പഠിക്കാം. പക്ഷേ എന്താ ക്രിപ്റ്റോൻ്റെ പ്രൈസ് എപ്പോൾ വേണമെങ്കിലും മേലേക്ക് പോവുക, എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് വരാം. അതുകൊണ്ട് എന്താ ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, സ്വന്തം അനലൈസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു കോയിൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ന്യൂസുകൾ, അതിനെക്കുറിച്ചുള്ള യൂസസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുക. അതല്ല വെറുതെ പോയിട്ട് ഒരു കോയിൻ നമുക്ക് എന്ത് ചെയ്യുക, സ്വന്തം ഇഷ്ടത്തിന് മേടിക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നല്ല റിസർച്ച് ചെയ്തിട്ട് സ്വന്തം അറിവ് കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ എന്ത് ചെയ്യുക, സ്ട്രോങ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക ഒരു പ്രൊട്ടക്റ്റ്, അതായത് നിങ്ങളുടെ വാലറ്റൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക സെക്യൂർ ആയിട്ട് വയ്ക്കുക. അതായത് മറ്റൊരാൾക്ക് എടുക്കുന്ന രീതിയിലാണ്, അതായത് നിങ്ങൾ പാസ്വേഡുകളും അതേപോലെ സീഡ് ഫേസുകളും അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഇമെയിലായിട്ട് ഓരോ വെരിഫിക്കേഷൻ എല്ലാം ചെയ്ത് എന്ത് ചെയ്യുക എപ്പോഴും സെക്യൂർ ആയിട്ട് വയ്ക്കുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുള്ള ഫണ്ട് മൊത്തം പോവുകയും ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഹാക്കായി പോവുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഒക്കെ റിസർച്ചോട് കൂടിയിട്ടും പിന്നെ നിങ്ങളൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇതൊരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഇതിനെക്കുറിച്ച് പഠിക്കാൻ, അതായത് സ്വന്തമായിട്ട് താല്പര്യമുള്ളവർ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമ്മളിത് ആരെയും പ്രൊമോട്ട് ചെയ്യാനോ ഇതാക്കാനൊന്നുമല്ല. ആർക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൽ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും വീഡിയോയിൽ. കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് ജസ്റ്റ് ആകുമ്പോൾ, ഇതിന് മുന്നേ ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇത് അറിയാവുന്നവന് കുറേ പേര് പേഴ്സണലായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, എന്നാലും ഗ്രൂപ്പിൽ കാണുന്നവർക്കൊക്കെ മാക്സിമം അറിയാം നമ്മൾ. കാരണം നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതായത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ന്യൂസും ക്രിപ്റ്റോനെ കുറിച്ചുള്ള ന്യൂസ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്നില്ല ഒരു ഗ്രൂപ്പുണ്ട് നമുക്ക്. അപ്പോൾ ആരെങ്കിലും ഗ്രൂപ്പില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ. ഓക്കെ, ഗ്രൂപ്പിൽ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ടാവും. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിലിടാം. നമ്മൾ ട്രേഡിംഗ് സീരീസിൻ്റെ വീഡിയോ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനോ അതിനെക്കുറിച്ച് ഇതാക്കാൻ സമയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു VIP ചാനലുണ്ട്, അതായത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ട്രേഡിംഗ് സീക്രറ്റ്സൊക്കെ ഷെയർ ചെയ്യണം. ഒരു VIP ചാനലുണ്ട് നമുക്ക്. അത് നമ്മുടെ ടെലഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ നമ്മുടെ മോഡറേറ്റർ ഉണ്ട് അവിടെ, അയാൾക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നതായിരിക്കും.